എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് ഇന്ന് നമ്മിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ പാപ്പ ലോകത്തിൽ നിന്നും യാത്രയായി. വളരെ ഞെട്ടലോടെയാണ് ലോകം ഈ വാർത്ത ശ്രവിക്കാൻ ഇടവന്നത്. അദ്ദേഹം ഇത്ര വേഗം നമ്മെ വിട്ടു പിരിയുമെന്ന് ആരും കരുതിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈയിടയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറി അദ്ദേഹം വളരെ ചിരിച്ച മുഖമായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അടുത്ത സഡൻ പെട്ടെന്ന് അദ്ദേഹം നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞു. ഒരുപക്ഷേ ഈശ്വര സാന്നിധ്യം, ഈശ്വരൻ്റെ അടുക്കിലേക്ക് നമ്മുടെ പാപ്പായി വേണമായിരുന്നു അവർ. ദൈവം അദ്ദേഹത്തെ അങ്ങൻ്റെ അടുക്കലേക്ക് ക്ഷണിച്ചു വരുത്തി കഴിഞ്ഞു. ഇനി നമുക്കാകെ പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ പാപ്പയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയും അദ്ദേഹത്തിൻ്റെ എല്ലാം എന്നും ജനലക്ഷങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊന്നുള്ളത്, സഭയുടെ എല്ലാ തെറ്റുകളും, സഭയിൽ നിഴലിച്ചിരുന്ന ചില അനാചാരങ്ങൾ, ചില തെറ്റായ പ്രവണതകൾ ചങ്കൂറ്റത്തോടുകൂടി അദ്ദേഹം അതിനെ മാറ്റിയെടുക്കാൻ പരിശ്രമിച്ചു. ഒരു പരിധിവരെ അദ്ദേഹം അതിൽ നിന്ന് വിജയിക്കാനും സാധിച്ചു. അദ്ദേഹം സ്നേഹിക്കാനായിരുന്നു സഭയെ പഠിപ്പിച്ചത്. സഭയുടെ വേഷം ധരിച്ച് അനാചാരങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു തന്നു. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മെ പഠിപ്പിച്ചത്. അദ്ദേഹം മറ്റുള്ള മതത്തെയും ആ വിശ്വാസത്തെയും അങ്ങേയറ്റം അദ്ദേഹം ബഹുമാനിച്ചിരുന്നു. മറ്റുള്ള മതസ്ഥരുമായി നല്ല രീതിയിലുള്ള ബന്ധം അദ്ദേഹം നിലനിർത്തി പോന്നു. അവിടെ മതവ്യത്യാസമോ ജാതി വ്യത്യാസമോ യാതൊരു വ്യത്യാസമില്ലേ, മനുഷ്യന് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. ഇനി വരുന്ന നാളുകളിൽ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാമെന്നുള്ളത്, പാപ്പയെപ്പോലെ മറ്റൊരു പാപ്പ ഇപ്പോൾ ഈ സാഹചര്യത്തെ, നമ്മുടെ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെയും സഭയ്ക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെയും അതിജീവിക്കാനും അതിൽ നിന്ന് നല്ല രീതിയിൽ വീണ്ടും മുമ്പോട്ട് നയിക്കാൻ ശക്തിയുള്ള മറ്റൊരു പാപ്പായി ദൈവം നമുക്ക് തരണമേ എന്നായിരിക്കണം നമുക്ക് ഇനി ഉള്ള പ്രാർത്ഥനകൾ നാം ഓർക്കേണ്ടത്. തീർച്ചയായും ഈശ്വരൻ നമുക്ക് വീണ്ടും ഇതേ പാപ്പയെപ്പോലെ ഒരു പാപ്പയെ നമുക്ക് ഈശ്വരൻ നമ്മിലേക്ക് എത്തിക്കും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ലോകം വളരെ ശ്രദ്ധയോടെ ആദരിച്ചു പോണ, ലോകം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഈ പാപ്പ നമ്മളെ വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും നമുക്ക് മാതൃകയായിരിക്കും. മാതൃക ആക്കുക തന്നെ വേണം. എല്ലാ മതമേലധ്യക്ഷന്മാരോടും നമുക്കുള്ള ഒരു കടപ്പാട് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയിൽ നമ്മളിൽ നിന്നും അകന്നുപോയ പാപ്പായ്ക്ക് പ്രതിപുരുഷനായി നല്ലൊരു പാപ്പയെ ദൈവം ഞങ്ങൾക്ക് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നഷ്ടപ്പെട്ടത് ചെറിയ ഒരു വ്യക്തിയല്ല. അദ്ദേഹം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം സ്നേഹമേ അറിയാവൂ. ദുഃഖിക്കുന്നവരെക്കുറിച്ച് അദ്ദേഹം ഒത്തിരി വ്യസനപ്പെടുമായിരുന്നു. അദ്ദേഹം വേദനിക്കുമായിരുന്നു. പല രാഷ്ട്രീയ നേതാക്കളോടും അദ്ദേഹം
സമാധാനത്തിനു വേണ്ടി യാചിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, പ്രയത്നിച്ചിരുന്നു. ബട്ട് അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ലോകത്തിലെ പല നേതാക്കളും ഇന്ന് അംഗീകരിച്ചിരിക്കുന്നുണ്ട്. കൊടും പീഡനങ്ങളും അടിമ കച്ചവടം ഇല്ലെങ്കിലും അതേ രീതിയിൽ ഭരണം നയിക്കുന്ന പലരെയും അദ്ദേഹം ഉപദേശിച്ചു നല്ല മാർഗത്തിലേക്ക് തിരിഞ്ഞു വരാൻ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ജീവിത സാന്നിധ്യം അദ്ദേഹത്തിന് ചെയ്യാമെന്നുള്ളതിലും ഉപരി പല കാര്യങ്ങൾ അദ്ദേഹം നമുക്കായി ചെയ്തു കഴിഞ്ഞു. ആ ഓർമ്മകൾ എന്നും നമ്മുടെ ജനഹൃദയങ്ങളിൽ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ പ്രസക്തിക്കും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾക്കും എല്ലാത്തിനും എപ്പോഴും നമ്മൾ ഓർക്കണം. അപ്പോൾ അദ്ദേഹം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ തന്നെ നമ്മുടെ മനസ്സിൽ അദ്ദേഹം ജീവിക്കും. എല്ലാവർക്കും ആ സ്നേഹമുള്ള പാപ്പായ്ക്ക് വേണ്ടി, ആ മനുഷ്യസ്നേഹിയായ പാപ്പായ്ക്ക് വേണ്ടി, ആ സ്നേഹത്തിൻ്റെ ഉടമയായ പാപ്പായ്ക്ക് വേണ്ടി, ദുഃഖിതരോടൊപ്പം ജീവിക്കാൻ ശ്രമിച്ച പാപ്പായ്ക്ക് വേണ്ടി, അവരുടെ അടുക്കലേക്ക് കടന്നെത്തിയ പാപ്പായ്ക്ക് വേണ്ടി എല്ലാവിധ പ്രാർത്ഥനകളും നമുക്ക് ഇന്ന് നേരാം. ഇനി കാത്തിരിക്കാം ഈശ്വരനോട് നിന്നും മറ്റൊരു പാപ്പായ്ക്ക് വേണ്ടി. എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യശാന്തി കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.